ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്റ്ററാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു വന്നാൽ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. എന്നാൽ കിക്കറിൽ വണ്ടി അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോരായിരുന്നു. നമുക്ക് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. നമുക്കിതിപ്പോൾ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്ത് വിട്ടായിരുന്നതാണ്. വീണ്ടും അത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.5 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് സാധാരണ ഇതിനകത്ത്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി തീരെ ഡൗൺ ആയി പോവാം. 7.65 6.9 വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ആ സ്ഥാനത്താണ് ഈ പറഞ്ഞ പോലെ 6.9 വന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ്. ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്കത് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ടാൽ കുറച്ച് ദിവസത്തേക്ക് കിട്ടും. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ കംപ്ലൈൻറ്റ് കാണിക്കും. പിന്നെ നമ്മളത് വീണ്ടും ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് പുതിയ ബാറ്ററി വെച്ചതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കൂടി കറക്റ്റായിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. അതായത് 4.14 വോൾട്ട് വരണം. 14 വോൾട്ട് അല്ലെങ്കിൽ 14.40 14.5 അടുത്ത് വോൾട്ടിനകത്തുനിന്ന് കയറണം, വണ്ടിയിൽ നിന്ന് കയറണം. അതായത് ഫുൾ ചാർജ് ഉള്ള ബാറ്ററി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് 12.5 വോൾട്ട് ബാറ്ററിയാണ്, 12 വോൾട്ട് ബാറ്ററിയാണ്, 12.5 വരെ വരാറുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് 14.5 വോൾട്ട് വരെ വന്നാലാണ് ശരിക്കും കറക്റ്റ് ആ ബാറ്ററിയുടെ ഒരു ലൈഫ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ ബാറ്ററി വെച്ചതിന് ശേഷം നമ്മൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം. പിന്നെ അത് കൂടാണ്ട് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് പറയുന്നുണ്ട്. അത് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിളും ബാറ്ററിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.